ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ മസാല ദോശ എന്ന് വെറൈറ്റി ആയിട്ട് മിനി മസാല ദോശയാണ് നമ്മൾ റെഡിയാക്കാൻ പോണേ. ഫസ്റ്റ് നമുക്ക് റെഡ് ചട്നി റെഡിയാക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 1 മീഡിയം സൈസ് സവോള. സവോള സോഫ്റ്റ് ആകുമ്പോൾ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഒരു ചെറിയ കഷ്ണം പുളി എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. മല്ലിയിലൊക്കെ വാടി വരുമ്പോൾ 1 തക്കാളി ചേർക്കുന്നുണ്ട്. ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ തക്കാളി ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. തക്കാളി സോഫ്റ്റായി നമുക്ക് ഈ മിക്സ് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം ഫൈനായിട്ട് അരച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, മീഡിയം സൈസിലുള്ള 1 സവോള, കുറച്ച് വേപ്പില, 1 പച്ചമുളക്, 1 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. സവോളയൊക്കെ വാടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണിലും കുറവ് കായപ്പൊടി, 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം പോട്ടെ. 1 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചേക്കണതാണ്, അത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് മസാലയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് മസാലയിൽ കുക്കായതിന് ശേഷം മല്ലിയില ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അരച്ചെടുത്ത് ചുവന്ന ചമ്മന്തി ഒരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളച്ചമ്മന്തി അരച്ചെടുക്കാം. 1 പിടി നാളികേരം ചേർക്കുന്നുണ്ട്. 4 പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തോളോട്ട, 2 ചെറിയ ഉള്ളി, 2 ചുവന്ന മുളക്, ഒരു ചെറിയ കഷ്ണം പുളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം കൂടി ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങ് മസാല, ചുവന്ന ചമ്മന്തി, വെള്ള ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ദോശയ്ക്ക് എങ്ങനെ അരയ്ക്കുക, ഉഴുന്ന് അരിയൊക്കെ വെള്ളത്ത് അതേപോലെ തന്നെ അരച്ചെടുത്തേക്കണ മാവാണ് കേട്ടോ. മസാല ദോശ റെഡിയാക്കാം. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലൊക്കെ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ കുഴിയിലും കുറച്ച് മാവ് ചേർക്കാം. നമുക്ക് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഒഴിക്കുക. ഇതിന് എണ്ണ കുറച്ച് ചൂടാകുമ്പോൾ തന്നെ ഒഴിച്ചോളൂ കേട്ടോ. ഓരോന്നിലും കുറേശ്ശെ ചുവന്ന ചമ്മന്തി വയ്ക്കാം. റെഡിയാക്കി വെച്ചേക്കണ മസാല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിഭാഗം കൂടി റെഡിയാക്കി എടുക്കാം. അടിഭാഗം റെഡിയായത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. എണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ. നമുക്ക് അതുപോലെ എല്ലാം ചുട്ടെടുക്കാം. മിനി മസാല ദോശ റെഡി ആയിട്ടാ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.